ാണ് ശിവശക്തി പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അവിടെ ഭയങ്കര പവറായിരിക്കും. ഇല്ല, പഞ്ചദീപം ഞാൻ ചെയ്തു, ഭയങ്കര റിസൾട്ടാണ്, എത്രയോ പേര് പറയുന്നുണ്ട്. ഈ പഞ്ചദീപത്തിൻ്റെ അക്കൗണ്ട് കൂട്ടി ചെയ്തു നോക്കി, ഭയങ്കര അനുഭവമാണ്. പഞ്ചശക്തി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒരു ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും വലിയ പവർഫുൾ മന്ത്രങ്ങളാണ്, ഏറ്റവും വലിയ മന്ത്രങ്ങളിലൊന്നാണ് മഹാദേവൻ ഓം നമ ശിവായ. കാറ് ഹിൽ ടോപ്പിൽ നിന്ന് മറിഞ്ഞ് 3 ആയിട്ട് ഇങ്ങനെ മറിഞ്ഞ് താഴെ വീഴുന്നു. താഴെ വീഴുന്നിട്ട് അതിൽ നിന്ന് ഡോറ് തുറന്നിറങ്ങി ഇയാൾ എന്നെ ആദ്യം വിളിക്കുന്ന തന്നെയാണ്. ആ മറിയുന്ന സമയത്ത് ഞാൻ കണ്ടത് മഹാദേവന്റെ കൈക്കകത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ചേട്ടാ, ഈ പഞ്ചദീപം എനിക്ക് തോന്നുന്നു ആ ബാക്കിൽ നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചൊരു വിഷയമാണ് പഞ്ചദീപം എന്ന് പറയുന്നത്. ഒരാളുടെ ഓറയെ ശക്തിപ്പെടുത്താനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ പഞ്ചദീപവും ശിവശക്തിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതും യൂണിവേഴ്സുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാമോ? രാഹുൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ വെറുതെ സംസാരിക്കുന്ന ഓരോ വേർഡ്സിനും വളരെ പവർഫുള്ളാണ്. ഈ പവർഫുൾ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ്. അതായത് ഒരു ഇത്ര ദിവസം ജപം ചെയ്തൊരാൾക്ക് അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കബിളാണ്, വളരെ പെട്ടെന്ന് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാനും രാഹുലും കൂടെ ഈ പഞ്ചദീപത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഏകദേശം ഒരു 2 മാസം എന്തോ ആയി. പിന്നെ ഇൻഫാക്ട് കണ്ടിന്യൂസ് ഞാൻ കുറേ ദിവസം ട്രാവലിലായിരുന്നു. പിന്നെ ഒരുപാട് പേര് വിളിച്ചു. ചിലപ്പോൾ രാഹുലിന് കോള് കിട്ടിക്കണം, ഒരുപാട് പേര് വിളിച്ചു. പഞ്ചദീപം ചെയ്ത ആൾ ഇന്നലെ രാവിലെ എന്നോട് അയർലൻഡിൽ നിന്നൊരു കുട്ടി വിളിച്ചു, പ്രതിഭേട്ട സംസാരിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ആക്ച്വലി ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്രൈവിങ്ങിലായിരുന്നു. ഞാൻ അത്യാവശ്യം ഉണ്ടോ, വൈകുന്നേരം വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പഞ്ചദീപം ഞാൻ ചെയ്തു, ഭയങ്കര റിസൾട്ടാണ്, എത്രയോ പേര് പറയുന്നുണ്ട്. എന്നോട് വിളിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു. താങ്ക്സ് എന്നോട് പറയണ്ട, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുന്ന സംഭവം ഒരു മെട്രിക്സ് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അത് ആർക്ക് വേണോ ചെയ്യാം. പഞ്ചദീപത്തിൽ ഒരുപാട് പേർക്ക് റിസൾട്ടാണ്. പഞ്ചദീപം ചെയ്യുന്ന സമയത്ത് ശിവശക്തിയാണ് മഹാദേവൻ്റെ ഏറ്റവും വലിയ ശക്തി. ആരാ? ശിവശക്തി. ദേവിയെ അവിടെ സങ്കല്പിച്ചിട്ടല്ലേ ചെയ്യുന്നത്. ശിവശക്തി ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്തുള്ള കൗണ്ട്, ഞാൻ പറഞ്ഞ വളരെ കുറച്ച് കൗണ്ടാണ് പറഞ്ഞത്. ഈ പഞ്ചദീപത്തിൻ്റെ കൗണ്ട് കൂട്ടി ചെയ്തു നോക്കി, ഭയങ്കര അനുഭവമാണ്. ഈ US ന്യൂജേഴ്സിയിലുള്ളൊരു ഫാമിലി ഉണ്ട്, എനിക്ക് വർഷങ്ങളുണ്ട് അറിയാമെന്നുള്ളതാണ്. ഈ സ്പിരിച്വൽ ഡയമെൻഷൻസും കാര്യങ്ങളൊന്നും അവർക്കൊന്നും എന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂസ് കണ്ട് ശിവോഹം പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അവരുടെ മക്കൾ ഡല്ലാസിലുണ്ട്. ഡല്ലാസിൽ ഞാനൊരു കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് റൺ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഞാൻ അറ്റോർണിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് പരിചയമുള്ളവരാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മകള് ക്യാരിയിങ് ആണ്, എന്തെങ്കിലും ഒരു മെട്രിക്സ് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പഞ്ചദീപത്തിൻ്റെ വേറൊരു എലമെൻ്റ് ഉണ്ട്. ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക്, കുട്ടികൾ, അതായത് ഭയങ്കര പവർഫുൾ സോളാണല്ലോ വയറിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയാണ്, നമ്മളെക്കാളും വിവരവും ബോധവും എല്ലാം അറിയുന്ന കുട്ടിയാണ് അകത്തുള്ളത്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി, ഈ സോളിന് വേണ്ടി ചെയ്യേണ്ട ഒരു മെട്രിക്സ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് ആണത് ചെയ്യേണ്ടത്. പക്ഷേ ഹസ്ബൻഡ് വിശ്വാസി അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മരുമകൻ വിശ്വാസി അല്ലെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ല, പ്രദീപ്ജി പറഞ്ഞാൽ അദ്ദേഹം ചെയ്തോളൂ, ഞാൻ വിളിച്ചു തരാം, രാവിലെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ നോർമലി എന്നെ 2 ദിവസം കൂടുമ്പം ഈ ന്യൂജേഴ്സിൽ നിന്നും ഡല്ലാസിൽ നിന്നും രണ്ടുപേരും മാറി മാറി എന്നെ വിളിക്കും. ഈ മരുമകനോട് ഞാൻ രാഹുലിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, രാഹുൽ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, പറഞ്ഞു കൊടുക്കുമ്പോൾ രാഹുൽ പറഞ്ഞു, പ്രതിഭയുടെ ഞാൻ ചെയ്തോളാം, 100% ചെയ്യാൻ. ചെയ്ത് ഫസ്റ്റ് ചെയ്തപ്പോൾ അനുഭവം, ആ കൊച്ചിൻ്റെ ഒരു കിക്ക് കിട്ടി വയറിൽ. അപ്പം ഞാൻ പറഞ്ഞു, നോർമലി കൊച്ച് വയറിൽ കിടക്കുകയല്ലേ, കിക്ക് ചെയ്യും, ചവിട്ടും. ഞാൻ ഞാനല്ലാതെ അത് ചെയ്തതുകൊണ്ടാണ് കിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനത് പോസിറ്റീവായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ചേട്ടനെ വിളിച്ചു, ഇന്നും എനിക്ക് കേക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, അച്ഛനല്ലേ, സ്വാഭാവികമായിട്ടും വയറിൽ പോയി നമ്മളത് പറയുമ്പോൾ കേക്ക് കിട്ടും, അച്ഛൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, ചേട്ടൻ ഭയങ്കര ഭവ്യതയോടെ ഇങ്ങനെ പറയരുത്, ഞാൻ ആദ്യം അങ്ങനെയാണെന്ന് വിചാരിച്ചു, വീണ്ടും ഞാൻ ചെയ്തു, അത് എപ്പോഴൊക്കെ ഇത് ചെയ്യുന്നു അപ്പോഴൊക്കെ കേക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞു. നല്ല കാര്യം, ചെയ്തോളാൻ പറഞ്ഞു. ഇത് കണ്ടിന്യൂസ് ചെയ്തു. എന്നിട്ട് അടുത്ത ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഗ്രോത്ത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോത്ത് കറക്റ്റ് ആവും. അപ്പോൾ ഗ്രോത്ത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവരുദ്ദേശിച്ച ഒരു ഗ്രോത്ത് അല്ല എന്ന് പറഞ്ഞു. ഒന്നും നമ്മുടെ കയ്യിൽ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം പോയപ്പോൾ പൂർണ്ണ ആരോഗ്യവനായ കറക്റ്റ് ഗ്രോത്തുള്ള കൊച്ചാണ് എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വിളിക്കുന്നത്. ആ മെട്രിക്സ് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചദീപത്തിന് പല വെസറ്റാലിറ്റീസ് ഉണ്ട്. ഇത് ജനറിക് ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് ഞാനത് പറഞ്ഞു കൊടുത്തത്. അതായത് എനിക്ക് എൻ്റെ ഗുരുവര്യന്മാർ പറഞ്ഞു തന്നത് ഞാൻ കൊടുത്തു, അല്ല ഞാനായിട്ട് സൃഷ്ടിച്ചതൊന്നും അല്ല. എത്രയോ വർഷങ്ങൾ കൊണ്ട് പലരും ചെയ്യുന്ന സംഭവമാണ്.
രണ്ടാമത്തെ വെർസറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻ്റായ ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അവർ ചെയ്യണമെന്നില്ല, അമ്മമാർക്ക് ചെയ്യാം, ഹസ്ബൻഡിന് ചെയ്യാം. അത് ശിവശക്തിയാണ്. ശിവശക്തി പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അവിടെ ഭയങ്കര പവറായിരിക്കും. ഈ എസ്പെഷ്യലി ഈ ശിവരാത്രി സമയങ്ങളിലാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചദീപം വിഷ്വലി ചെയ്യുമ്പോൾ ദീപം പലരും വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ ദീപം അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് ആൾക്കാർ വേറെന്തോ ആയെന്ന് ആരും പറയരുത്. അതായത് ഈ എന്താ പറയുക, നമ്മൾ ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ടല്ലോ, വട്ടായി പോയെന്ന് ആരും പറയരുത്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല ഏട്ടാ, ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും എൻ്റെ സൈഡിൽ ദീപമുണ്ട്, എന്നെ ആരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊരു തോട്ട്. അതായത് ഈ ഇടത് ഷോൾഡറിലും വലത് ഷോൾഡറിലും ദീപം ഉണ്ട് എന്നൊരു തോട്ടുണ്ട്. അവിടെ ഒരു സ്പാർക്കിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നെ ഒരു അനാവരണം ചെയ്ത ഒരു കവചം ഉണ്ടെന്ന് ഫീൽ ചെയ്തു. നല്ല ഒരാൾക്ക് തോന്നുന്നൊരു കോൺഫിഡൻസാണ്. തോന്നാൻ കാരണം അവർ ശിവശക്തിയെ അത്രയും സങ്കല്പിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സാണ്. അല്ലാതെ ഇതിൻ്റെ കഴിവ് അവർ ചെയ്തതുകൊണ്ടോ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ മനസ്സിൻ്റെ ഡെഡിക്കേഷനാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഈ ശിവോഹത്തിന് വേറൊരു സംഭവമുണ്ട്. ചില ആൾക്കാർക്ക് കൊടുക്കുന്ന മെട്രിക്സ് 521 ആയിരിക്കും, ചില ആൾക്കാർക്ക് കൊടുക്കുന്ന 511 ആയിരിക്കും, 55 ആയിരിക്കും, 521 ആയിരിക്കും, 541 ആയിരിക്കും, 5108 ആയിരിക്കും. ഒരു ചേട്ടന് ഞാൻ കൊടുത്തത് 521. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, 521 ചെയ്തപ്പം ഭയങ്കര രസമുണ്ട്, ബോഡിയിൽ എന്തോ ഒരു എനർജി വരുന്നു, പുള്ളിയുടെ കാല് മുതൽ എന്തോ ഒരു കോരിത്തെറിച്ച ഫീൽ വരുന്നു, സഹസ്രാരത്തിലൊക്കെ പെട്ടെന്ന് വൈബ്രേഷൻ വരുന്നു. ഇദ്ദേഹം ആരും അറിയാതെ ഭാര്യയ്ക്ക് കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കാണ്, വേറൊരാൾ കൊടുത്ത റെസ്പോൺസിബിലിറ്റി ഞാനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഫസ്റ്റ് 5ാമത്തെ സ്റ്റെപ്പും 4 സ്റ്റെപ്പാണ് 521 521 മെട്രിക്സാണ്. 521 ചെയ്യുന്നതിന് മുമ്പ് ആൾ വീഴുന്നു, തലയിറങ്ങി വീഴുന്നു. എന്നെ വിളിച്ചു, പ്രദീപ്ജി ഇങ്ങനെ ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ആ സ്ത്രീയുടെ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ നിന്ന് നമുക്കൊരു ഫ്രീക്വൻസി മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് ആ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മളൊരു അസംഷനിലാണ് കൗണ്ട് കൊടുക്കുന്നത്. ആ ചേച്ചിക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 21 വേണ്ട, 5 പോലും വേണ്ട. അപ്പോൾ അതുപോലെയാണ് ഈ ശിവപഞ്ചദീപം സാധാരണയല്ല പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കുന്നത്. പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കുന്നതല്ല, പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കുന്ന ഹൈ എനർജി കൊടുക്കാൻ പാടില്ല. കാരണം ചെറിയ എനർജി കൊടുത്താൽ മതി, വളരെ പെട്ടെന്നൊരു ഫ്രിക്ഷൻ അറിയാൻ പറ്റും. ഡെലിവറി ടൈമിൽ പോലും പെയിനിൻ്റെ റേഷ്യോ കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ തന്നെയും അമ്മമാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതിന് പഞ്ചശക്തി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ ഒരു ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത്. പലരും മാതങ്കി ഉപാസിക്കാറുണ്ട്, പല ദേവതാ സ്വരൂപങ്ങൾ ഉപാസിക്കാറുണ്ട്. പക്ഷേ അമ്മമാർ ഏറ്റവും കൂടുതൽ വിളിച്ച് ജപിക്കേണ്ട സമയം ഈ പഞ്ചശക്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എനർജി അറിയാൻ പറ്റും. ഒരു ശിവരാത്രി സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായ എനർജി അറിയാൻ പറ്റും. കാരണം ഈ ശിരാത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ക്യാരി ചെയ്ത് നടക്കുമ്പോൾ ശിവരാത്രി സമയങ്ങളിൽ ഈ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ 5 സൈഡിൽ നിന്നുള്ള എനർജി വായിക്കുന്നത് പോലെ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത് ചെയ്തു നോക്കിയാൽ മതി, ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഗർഭിണികളുടെ കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പഞ്ചദീപം കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ മറ്റൊരു വിഭാഗമില്ല, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്തരത്തിൽ വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പോൾ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ വളരെ പേടിയായിരിക്കും. കാരണം നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കും, നല്ല ഐക്യം ഉണ്ടായിരിക്കും, പക്ഷേ ആങ്സൈറ്റി, ഞാൻ പഠിച്ചതെല്ലാം കാണുമോ ഇല്ലയോ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പഠിച്ചതായിരിക്കും എല്ലാം ഉള്ളത്, എല്ലാം മൈൻഡിലുണ്ട്, പക്ഷെ വരുന്നില്ല, സ്റ്റക്കായിട്ട് നിൽക്കും. അത് അവരെല്ലാം പഠിച്ചു, അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, അതിന് തൊട്ട് പരീക്ഷ കഴിഞ്ഞ് ചോദിച്ചാലും പരീക്ഷയ്ക്ക് മുമ്പിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രം ഇതൊന്നും അവരുടെ മനസ്സിലേക്ക് വരില്ല. ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്, ഓവർ തിങ്കിങ് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഇവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? ഇതൊക്കെ ബേസിക്കലി ഇന്നിവിടെ ഇങ്ങനെ ഒരു ആങ്സൈറ്റി ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡോക്ടേഴ്സിനെ പോയി കാണുന്നു, മെഡിസിൻ കൊടുക്കുന്നു. മെജോറിറ്റി ആൾക്കാർ മെഡിസിൻ കഴിക്കുന്നവരാണ്. ഇത് നമുക്ക് അറിയുന്നില്ല എന്നുള്ള, വിളിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഹിസ്റ്ററി ഡിഗ് ചെയ്യുമ്പോൾ പലരും പറയില്ല, അങ്ങോട്ട് ചോദിക്കുമ്പോൾ പറയും മെഡിസിൻ കഴിക്കുന്നവരാണ്. ചിലവരൊക്കെ 1 വർഷം 2 വർഷം 3 വർഷം 5 വർഷം കഴിക്കുന്നവരാണ്. ഈ ആങ്സൈറ്റി ഇഷ്യൂ നിന്നും പോകേണ്ട ആക്ച്വലി അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടോ? ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഉറങ്ങാനുള്ള മരുന്നല്ലേ കൊടുക്കുന്നത്. അവരുടെ കോൺഫിഡൻസ് കൂട്ടുക, സുഖനിദ്രയുണ്ടോ നല്ല ലെവലിലേക്ക് വരുമെന്ന്. സുഖനിദ്ര ഇല്ലാത്തതിനാണ് മെയിൻ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ശരിക്കും വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്താൽ മതി. റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. മുമ്പ് നമ്മൾ സംസാരിച്ച കേസാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസാണ്. വെള്ളം എടുക്കുക, ജപിക്കുക. മുൻപ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അമ്മൂമ്മമാർ വരും,
വെള്ളമോതി വീത്തുക എന്നൊക്കെ പറയും അല്ലേ. തുളസിയില പറിക്കുന്നു, നാരായണ ജപം ജപിക്കുന്നു, അല്ലെ ഓം നമ ശിവായ ജപിക്കുന്നു, വെള്ളം ഓതുന്നു, ഭസ്മം ഇടുന്നു, പോകുന്നു, പെട്ടെന്ന് അസുഖം മാറും. ഇതെന്താ മിറാക്കിൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അവരെന്താ ചെയ്യുന്നത്? റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അവർ വെള്ളം എന്ന് പറയുന്ന കണ്ടൻറ്റ് വളരെ പെട്ടെന്ന് എനർജൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആ വെള്ളത്തിനെ അവർ എനർജൈസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ ഒരു ആങ്സൈറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ജപിച്ച് നിങ്ങൾക്ക് കുടിക്കാം. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് വെള്ളം ജപിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആങ്സൈറ്റി അല്ല, ഒരു കാര്യം ചെയ്യൂ. രാഹുൽ 2 ഗ്ലാസ് വെള്ളം എടുക്കൂ. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ നോക്കി വെറുതെ 21 പ്രാവശ്യം ഓം നമ ശിവായ ജപിക്കൂ. ഇന്നൊന്ന് ട്രൈ ചെയ്യൂ. 21 പ്രാവശ്യം ഓം നമ ശിവായ ജപിക്കൂ. മറ്റേ വെള്ളം ജപിക്കാതെ വയ്ക്കൂ. 2 വെള്ളവും കുടിച്ചു നോക്കൂ. ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. വാട്ടർ മോളിക്യൂൾസിനെ എനർജൈസ് ചെയ്യുന്നത് ഇന്ന് ഏറ്റവും വലിയ പവർഫുൾ മന്ത്രങ്ങളാണ്. ഏറ്റവും വലിയ മന്ത്രങ്ങളിലൊന്നാണ് മഹാദേവൻ ഓം നമ ശിവായ. ഓം നമ ശിവായ വെറുതെ ജപിക്കൂ, പക്ഷേ വിശ്വാസത്തോടെ ജപിക്കൂ. അത് നീഡ്സ് പറയാനല്ല, ജപിക്കുക. ആ കണ്ടൻറ്റ് മാറും, കണ്ടൻറ്റ് ടേസ്റ്റ് മാറും. 2 ഗ്ലാസും കുടിച്ച് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. പിന്നെ എന്നിട്ട് വിശ്വാസം വരികയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവും. സ്ലൈറ്റ്ലി മധുരം ഉണ്ടാവും, ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പൂർണ്ണമായിട്ടും വച്ചിട്ട് ആ 21-41 പ്രാവശ്യം ഓം നമ ശിവായ അതിലേക്ക് ജപിക്കുക. ജപിക്കുന്നതിന് രീതിയുണ്ട്, വെറുതെ ജപിച്ചിട്ട് കാര്യമില്ല. ജപിച്ചതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായി ഓം നമ ശിവായ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എടുത്ത് പ്രോപ്പറായിട്ട് ജപിച്ച് ചുണ്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു 40 പ്രാവശ്യം ജപിച്ചിട്ട് എൻ്റെ ആങ്സൈറ്റി ഇഷ്യൂ പൂർണ്ണമായിട്ടും മാറിയതിന് നന്ദിയുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ രീതിയിൽ മഹാദേവനോട് നന്ദി പറയൂ. അതായത് മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ് അല്ലേ, പക്ഷേ മഹാദേവനെ ഉപാസിച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ബലം കൂടും. ഈ അമാവാസി സമയങ്ങൾക്ക് മുൻപാണല്ലോ മനസ്സ് കൈവിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും വല്ലാത്തൊരു ഇതിലേക്ക് വരുന്നു, ശരീരം മനസ്സും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു, വൈകൃതമാവുന്നു, സംസാരങ്ങൾ വ്യത്യാസം വരുന്നു, കോൺഫിഡൻസ് കുറയുന്നു, തകർന്ന അവസ്ഥയിൽ പോകുന്നു. പക്ഷെ അമാവാസി കഴിഞ്ഞ് പൗർണ്ണമിയിലേക്ക് എത്തുന്ന സമയങ്ങളിലോ വീണ്ടും ഭയങ്കര കോൺഫിഡൻസ്, എവിടുന്നോ ഇല്ലാത്ത എനർജി വരും. പക്ഷേ ഈ സമയങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ നേരത്തെ ഒന്ന് മഹാദേവനെ അത്രയും ഉപാസിക്കൂ. ഓം നമ ശിവായ ജപിച്ചാൽ മതി. എൻ്റെ ഇടയ്ക്ക് വെള്ളം എനർജൈസ് ചെയ്ത് കുടിക്കൂ. ഒരു പരിധി വരെ ആങ്സൈറ്റി ഇഷ്യൂ നിങ്ങൾക്ക് മാറും. ഇത് മാത്രം കൊണ്ട് മാറുമെന്നല്ല, ഒരു മെഡിസിൻ ഒന്നും കഴിക്കാതെ ഒരു പരിധി വരെ മാറും. പക്ഷേ നിങ്ങൾക്കൊരു വിശ്വാസം വേണം, ഒരു സിസ്റ്റമാറ്റിക് വേണം. അതായത് 21 ദിവസം 21 പ്രാവശ്യമോ 41 പ്രാവശ്യം 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കൈവിടില്ല. എസ്പെഷ്യലി മഹാദേവൻ ആത്മാർത്ഥമായി വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളിക്കുന്നത് വേറൊരാളുടെ പൈസ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയല്ലല്ലോ, എൻ്റെ ഈ ആങ്സൈറ്റി ഇഷ്യൂ ഒന്ന് മാറ്റിത്തരണേ എന്ന് മഹാദേവനെ വിളിച്ച് അഭ്യർത്ഥിക്കുന്നതല്ലേ. മഹാദേവൻ ആത്മാർത്ഥമായി വിളിച്ച് വരം ചോദിച്ച് മഹാദേവന് തന്നെ തിരിച്ചടിയായി കിട്ടിയ സംഭവങ്ങൾ നമുക്കറിയാം. ഇതിങ്ങനെ മാറി എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒരുപാട് പേരുണ്ട് പൂർണ്ണമായിട്ട്. അതായത് എക്സാം എഴുതി പാസ്സായവർ, ഈ നമ്മുടെ കുവൈറ്റിലുള്ള ഫാമിലി, അവരിപ്പോൾ കോട്ടയത്ത് സെറ്റിൽഡാണ്. വന്നതിന് ശേഷം ഇതുപോലെ കേസ് പറഞ്ഞ് വിളിച്ചു, കൺസൾട്ടേഷൻ പേയ്മെൻറ്റ് മേടിച്ചു, പറഞ്ഞു കൊടുത്തു. പൂർണ്ണമായിട്ട് മാറുന്നില്ല. കൊച്ചിനൊരു നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്. കുട്ടിയിലേക്ക് ആ പ്രശ്നം മാറുമെന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇത് ചെയ്യുന്ന ഒരു ഈ മെട്രിക്സ് കുട്ടി ഭയങ്കര വാല്യൂഡ് ചെയ്യുകയാണ്. കുട്ടി എക്സാം എഴുതുന്നു, പാസ്സാവുന്നു. ഇതുപോലെയാണ് ദുബായ് ബേസ്, അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും, ദുബായ് ബേസ് ചെയ്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. എന്നെ 1-2 പ്രാവശ്യം വിളിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യം ഞാൻ പ്രാവശ്യം സ്കിപ്പ് ചെയ്തു. അപ്പോൾ ശിവോഹം എടുക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ മകളുടെ എക്സാം പാസ്സാവണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകളുടെ എക്സാം പാസ്സാവാനാണെങ്കിൽ നിങ്ങൾ ശിവോഹം എടുക്കണ്ട. ശിവോഹം ഈസ് എ പ്രൊട്ടക്ഷൻ ടൂളാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പക്ഷേ ശിവോഹത്തിൽ പറഞ്ഞ പ്രൊട്ടക്ഷൻ ടൂൾ എന്ന് പറയണമെങ്കിലും മെജോറിറ്റി ആൾക്കാർക്കും വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. എത്രയോ ആൾക്കാരുടെ ട്രിവാൻഡ്രം പേയാട് എന്നുള്ള പ്ലേസിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഒരു വെറുതെ അല്ല സാറേ, എനിക്ക് ഇന്നുവരെ ലോൺ കിട്ടിയിട്ടില്ല, ലോൺ കിട്ടി. ഇങ്ങനെ കാരണം വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ചൈതന്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് എനർജി മാറിപ്പോകുമ്പോൾ അവിടെ റിജക്ഷൻസ് കുറയും, അക്സെപ്റ്റൻസ് കൂടും. അപ്പോൾ ഈ ശിവോഹം ചെയ്തതിന് ശേഷം ഇവർ കുട്ടിയുടെ എക്സാം പാസ്സാവുന്നത്, ശിവോഹം ചെയ്താൽ കുട്ടിയുടെ എക്സാം പാസ്സാവില്ല, കുട്ടി പഠിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ചേട്ടാ എനിക്ക് ശിവോഹം ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുമെന്ന് ചേട്ടൻ എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആര് പറഞ്ഞു? ഞാൻ കുറച്ചുകൂടെ കമൻസ് കണ്ടു, കുറച്ചുകൂടെ എന്നെ വിളിച്ചു, സംസാരിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവരെടുത്തു. എടുത്തതിന് ശേഷം കുട്ടി ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്, മകൻ ഈ പറയുന്ന ഒരു ഫാമിലിയിൽ 3 പേരും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ എൻ്റെ ഗുരുവിനോട് പറയാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറയാം. എക്സാം പാസ്സായത് ആ കുട്ടി പഠിച്ചെഴുതിയതുകൊണ്ടാണ്.
അല്ലാതെ ഒന്നുമല്ല. അല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ കുട്ടി പ്രോപ്പറായിട്ട് പഠിച്ചെഴുതി, എക്സാം പാസ്സായി. എക്സാം പാസ്സായതിനു ശേഷം ഇവർ ചെയ്ത സംഭവം, ഇവർ ജോർജിയ എന്ന കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഈ ഇടയ്ക്ക് തിരിച്ചു വന്നത് ജോർജിയ ട്രാവൽ ചെയ്തു. അവിടെ ഭയങ്കരമായ അവർക്കൊരു എന്തോ ഒരു ആവശ്യമായിട്ട് അവിടുത്തെ ഒരു കാറ് റെൻറ്റിനെടുത്തിട്ട് നേരെ ഒരു ഹിൽ ടോപ്പിലേക്കൊക്കെ പോയി. വണ്ടി മേളിൽ നിന്ന് മറിഞ്ഞു. ആ കാറ് ഹിൽ ടോപ്പിൽ നിന്ന് മറിഞ്ഞ് 3 ആയിട്ട് ഇങ്ങനെ മറിഞ്ഞ് താഴെ വീഴുന്നു. താഴെ വീഴുന്നിട്ട് അതിൽ നിന്ന് ഡോറ് തുറന്നിറങ്ങി ഇയാൾ എന്നെ ആദ്യം വിളിക്കുന്നത് തന്നെയാണ്, പ്രതിഭട്ട ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ഇത് സംസാരിക്കുന്നത് ആക്ച്വലാണോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ മറിയുന്ന സമയത്ത് ഞാൻ കണ്ടത് മഹാദേവൻ്റെ കൈക്കകത്താണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. തിരിഞ്ഞു നോക്കിയപ്പം വൈഫിനും കുഴപ്പമില്ല, കൊച്ചിനും കുഴപ്പമില്ല. തൊട്ടടുത്തുള്ളൊരു ഫാമിലി ഇന്നവരെ ദേഹത്തൂടെ തട്ടി. അവർക്ക് ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും സേഫാണ് കേട്ടോ. ശിവോഹത്തിൻ്റെ പവർ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ശരിക്കും ഞാൻ ആ വീഡിയോസും കോൺടാക്ട് നമ്പറും ഫുൾ ഡീറ്റെയിൽ ഞാൻ തരാം. അവർ അയച്ചു തന്ന വീഡിയോസും ഞാൻ അയച്ചു തരാം. അവർ തന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അയച്ചു തരാം. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ശിവോഹം മറക്കില്ല. തന്നതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. പിന്നെ അടുത്ത പ്രശ്നം എന്താണ്, ഈ ജോർജിയ എന്ന കൺട്രിയിൽ ലീഗാലിറ്റി കുറച്ച് ഇഷ്യൂസാണ്. ഇവരെല്ലാം സേഫായി, വണ്ടി പൂർണ്ണമായിട്ട് എന്തോ ഇതൊക്കെയായി. അടുത്ത് നിന്നൊരു ഫാമിലിയുടെ മേളിൽ തട്ടിയല്ലോ, വണ്ടി മറിഞ്ഞ് വന്ന് വീഴുന്ന സമയത്ത്. അപ്പോൾ കേസായി. അപ്പോൾ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു. അതിന് ശേഷം ഒരു ഫ്രീക്വൻ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. എംബസി വഴി ഞാനോരോ ഗൈഡൻസ് കൊടുത്തു, എന്താ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഞാൻ യൂറോപ്യൻ യൂണിയൻ്റെ സെക്രട്ടറി പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പല എംബസി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യവും ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞ് ഓരോരോ പ്രാവശ്യം അവരെന്നെ വിളിക്കുന്നു. പിന്നെ ഒരു ഫാമിലി മൊത്തം ഭയങ്കര കരയണോ സന്തോഷിക്കണോ, കാരണം അവർ സേഫാണ്. അവരെപ്പോഴും കാണുന്നത് മഹാദേവൻ്റെ കൈക്കകത്താണ് അവർ വന്ന് വീഴുന്നതെന്നുള്ളതാണ്. അവർക്ക് ആ വിഷ്വൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ശിവോഹം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭഗവാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം മഹാദേവനെ എന്ന് ഉപാസിക്കുന്ന ഒരാളെ ഒരിക്കലും വെറുതെ വിട്ടില്ല. അതിനുശേഷം അവരിവിടെ എത്തുന്നത് വരെ എന്നെ വിളിച്ച് ഓരോ അപ്ഡേറ്റ്സ് തന്നുകൊണ്ട് ഇന്നിപ്പോൾ അവർ സേഫായിട്ട് ദുബായിലുണ്ട്. അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതും വെറും തട്ടല്ലല്ലോ, ഹിൽ ടോപ്പിൽ നിന്ന് കാറ് 3 ആയിട്ട് മറിഞ്ഞ് താഴെ വീഴുകയാണ് ചെയ്തത്. ഇതുപോലെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. അതെ അതെ അങ്ങനെ ഒരു ആക്സിഡന്റിൽ ഒരാൾ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത്. അതെ അതെ. അപ്പോൾ ശിവോഹം പൂർണ്ണമായിട്ടും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ. അതുപോലെയാണ് നമ്മൾ ആദ്യം ചോദിച്ച സംഭവം. ഈ ശിവപഞ്ചദീപം ആണെങ്കിലും ശിവശക്തിയാണ്. നമ്മൾ ജെന്യൂനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആ ഒരു എനർജി, നമ്മളെല്ലാവരും എനർജി വേൾഡിലാണ്. ഈ എനർജി വേൾഡിലാണെന്നുള്ള ബോധം നമുക്കുണ്ടായതിനു ശേഷം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയാൽ മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യുക. അല്ല ഒരു പേരിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് ഈ പറയുന്ന സിസ്റ്റംസ് അയച്ചു കൊടുക്കുമ്പോൾ ടൈമില്ല എന്ന് പറയും. അവരുടെ നിയോഗം ടൈമില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ ഭാഗ്യമായിട്ടില്ല എന്നുള്ളതാണ്.